ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് റിയൽമി 8ൻ്റെ ഹീറ്റിംഗ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്യ്റാം എന്ന യൂട്യൂബ് ചാനലാണ്. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ചാനൽ ഇൻട്രോയും കണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് റിയൽമി 8. അപ്പോൾ കുറേ നാളെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നു റിയൽമി 8. എനിക്ക് റിയൽമി 8ൽ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഫോൺ ഹീറ്റുണ്ട്, വലിയ ഹീറ്റില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഈ മൊബൈൽ നെറ്റ്വർക്ക് കൊണ്ടാണ് ഹീറ്റാവുന്നത് തോന്നുന്നു. കാരണം നിങ്ങൾ അടുത്തുള്ള ഏറ്റവും നല്ലൊരു നെറ്റ്വർക്ക് നിങ്ങൾ യൂസ് ചെയ്തായിരിക്കും നല്ലത്. നിങ്ങൾ സിമ്മ് സ്വിച്ച് ചെയ്ത് നോക്കുക. എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ലേറ്റസ്റ്റ് A90 എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ചെയ്ത പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ വലിയതായിട്ട് തോന്നുന്നില്ല. ഓവർ ഹീറ്റിംഗ് അല്ല, എനിക്ക് മെസ്സേജ് ഒന്നും വരുന്നില്ല ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞ്. ക്യാമറ എടുക്കുമ്പോൾ ഹീറ്റ് ഉണ്ട്, ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ഉണ്ട്. പിന്നെ ഈ നെറ്റ്വർക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒക്കെ ആവാറുണ്ട്. അപ്പോൾ അന്നേരം ഹീറ്റ് ആവും. കാരണം വേറെ നെറ്റ്വർക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ മൊബൈൽ ഹീറ്റ് ആവും. അതൊക്കെ സാധാരണയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും ഇതൊന്നും ഹീറ്റ് പോകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മൊബൈൽ ജസ്റ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പൊക്കോളും. എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ആവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഡിവൈസ് എടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ വയർലെസ് സെറ്റിങ്സ് ആണ് നോക്കേണ്ടത്. നിങ്ങൾ GPS അങ്ങനെയുള്ളതൊക്കെ GPS, ബ്ലൂടൂത്ത്, വൈഫൈ അങ്ങനെ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഇല്ലാത്തപ്പം ജസ്റ്റ് ഒന്ന് അത് ഓഫ് ചെയ്ത് വെക്കുക. കാരണം അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് പ്രോസസ്സ് ആകുമ്പോൾ മൊബൈൽ ഹീറ്റ് ആവുന്നതാണ്. അതുപോലെ ഞാൻ മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുക, ആവശ്യമില്ലാത്തപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുക. മൊബൈൽ ഹോട്ട്സ്പോട്ട് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ആവശ്യമില്ലാത്ത സമയത്തുള്ള വയർലെസ് സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഓട്ടോ ബ്രൈറ്റ്നസ് ഇതെല്ലാവരും മിക്കവരും ഓഫ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഈ ഓട്ടോ ബ്രൈറ്റ്നസ് എല്ലാവരും യൂസ് ചെയ്യുക. ഞാനായാലും ഈ മൊബൈൽ ഹീറ്റ് ആവുന്ന പ്രശ്നത്തിന് വേണ്ടി അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് വിളിച്ചപ്പോൾ അവരും പറഞ്ഞത് ഓട്ടോ ബ്രൈറ്റ്നസ് യൂസ് ചെയ്യാനാണ്. അന്നേരം മൊബൈലിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് ഹീറ്റിംഗ് ഒക്കെ കുറയ്ക്കുമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ നേരത്തെ മൊബൈൽ മേടിച്ച് ഒരു മാസം വരെ ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് യൂസ് ചെയ്തില്ല. അന്നേരം എനിക്ക് ഹീറ്റ് തോന്നി. പിന്നെ ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് ഇപ്പോൾ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ബ്രൈറ്റ്നസ് തന്നെ അഡ്ജസ്റ്റ് ആവുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് വലിയായിട്ട് തോന്നുന്നുമില്ല. ബാറ്ററി കൺസപ്ഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. മറ്റേ നമ്മൾ നോർമലായിട്ട് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ ബാറ്ററി കൺസപ്ഷൻ അത്യാവശ്യം നന്നായിട്ട് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയായിരുന്നു. ഓട്ടോ ബ്രൈറ്റ്നസ് ആകുമ്പോൾ സിസ്റ്റം തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് ബാറ്ററി കൺസപ്ഷൻ കുറയ്ക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വയർലെസ് സെറ്റിങ്സ്. ഞാൻ ഗൈസ്, നിങ്ങൾ ബാറ്ററി സെറ്റിങ്സിൽ പോവുക. നിങ്ങൾ സെറ്റിങ്സ് എടുത്തിട്ട് ബാറ്ററി പോയി കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് കാണാം. ഇതിൽ നിങ്ങൾ എല്ലാ ആപ്സും ഇതുപോലെ ഇത് രണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അലോ കൊടുത്തിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിടുക. ഇത് ഓഫാക്കി ഇടുക. ഇത് ഓണാക്കിയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റെസ്ട്രിക്റ്റ് ആവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ക്യാമറ എടുത്ത് കഴിയുമ്പോൾ തന്നെ ക്യാമറ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് റൺ ആവും. അത് കാരണം ഇവർ ക്യാമറയുടെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടേക്കാണ് മാനുവലായിട്ട്. അപ്പോൾ നിങ്ങൾ ക്യാമറ ആപ്പ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സിൽ പോയി പ്രോസസ് മാനേജറിൽ സിസ്റ്റം ആപ്സ് അത് ക്യാമറ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. കാരണം ക്യാമറ റൺ ചെയ്യുമ്പോൾ തന്നെ പവർ യൂസ് ചെയ്യും. നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പോവുക. സിസ്റ്റത്തിൽ പോയി സെറ്റിങ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ മാനേജ് നോട്ടിഫിക്കേഷനകത്ത് ഈ ക്യാമറ ഓഫ് ചെയ്താണ് നോർമലി നമുക്ക് വരുന്നത്. പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറ യൂസ് ചെയ്തിട്ട് ബാക്ക് അടിച്ച് കളയുമ്പോൾ നോട്ടിഫിക്കേഷനിൽ ക്യാമറ ഈസ് റണ്ണിങ് എന്ന് കാണിക്കുന്നതാണ്. ക്യാമറ റൺ ചെയ്തുകൊണ്ടിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അത് നിങ്ങൾ ക്യാമറ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി പോയിട്ട് അഡീഷണൽ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാറ്ററി പോയി നിങ്ങൾക്ക് കുറച്ച് ഈ സെറ്റിങ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിയും അത്യാവശ്യം സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഹീറ്റിംഗ് കുറയ്ക്കാനും കഴിയും. നിങ്ങൾ അത് ബാറ്ററി യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ആപ്പാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ആപ്പ് ഫോണിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൽ മാസത്തിൽ ഒരിക്കലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്ലിയർ ഡേറ്റ അല്ലെങ്കിൽ ഫോഴ്സ് സ്റ്റോപ്പ് ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി കൺസപ്ഷൻ കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കും മൊബൈൽ. അതുപോലെ തന്നെ നിങ്ങൾ മോർ ബാറ്ററി സെറ്റിങ്സിനകത്ത് പെർഫോമൻസ് മോഡ് സ്മാർട്ട് പെർഫോമൻസ് മോഡിൽ തന്നെ ഇടാൻ നോക്കുക. കാരണം പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടില്ല. അന്നേരം ബാറ്ററി കൺസപ്ഷൻ കുറവായിരിക്കും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക്
ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആവുക. ഈ ഹൈയിലിട്ട് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, എന്ന് വെച്ചാൽ ബാറ്ററി കൺസംപ്ഷൻ ഉണ്ടാവുന്നതാണ്. പിന്നെ അടുത്ത സെറ്റിങ്സാണ് നിങ്ങൾ ഒപ്റ്റിമൈസ്ഡ് സ്റ്റാൻഡ് ബി. ഇത് ബാലൻസ്ഡ് തന്നെ ഇടാൻ നോക്കുക. ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജസ് ഒന്നും ചിലപ്പോൾ ഡിലേ ആയി പോകും. വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചിലപ്പോൾ ഡിലേ ആവും. അപ്പോൾ നിങ്ങളിത് ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമുണ്ട്. നിങ്ങൾ ബാലൻസ്ഡ് തന്നെ ഇടുക അത് രണ്ടും. പിന്നെയാണ് ആപ്പ് ക്വിക്ക് ഫ്രീസ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പ് ഓഫ് ചെയ്തിട്ടേക്കുന്നത്. ഇത് വാട്സാപ്പ് ഓഫ് ചെയ്ത് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വാട്സാപ്പ് റൺ ചെയ്യും. എന്ന് വെച്ചാൽ മെസ്സേജൊക്കെ എനിക്ക് കിട്ടുമ്പോൾ തന്നെ അവർ അയക്കുമ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ കിട്ടും. ഇത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ആപ്പൊന്നും പിന്നെ റൺ ചെയ്യത്തില്ല. ഇതെനിക്കൊന്നും ഞാൻ ഇത്രയും കിടക്കുന്ന ആപ്സ് ഒന്നും എനിക്ക് മെസ്സേജ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. വാട്സാപ്പ് അങ്ങനെയല്ല, എനിക്ക് വാട്സാപ്പ് അപ്പം തന്നെ മെസ്സേജ് വരുന്നത്. അതാണ് വാട്സാപ്പ് മാത്രം ഞാൻ ഓഫ് ആക്കിയിട്ടേക്കുവാണ്. ബാക്കിയുള്ളതൊക്കെ ഓണാണ്. അതനുസരിച്ച് ബാറ്ററി കൺസംപ്ഷനും കുറവായിരിക്കും. പിന്നെ ഗൈസ് നിങ്ങൾ സെറ്റിങ്സിനകത്ത് ആപ്പ് മാനേജ്മെൻറ്റിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ആപ്പ് ലിസ്റ്റ്, എന്നിട്ട് നിങ്ങൾ ഇവിടെ ഷോ സിസ്റ്റം എന്ന് കൊടുക്കുക. ഈ മോറിനകത്ത് ഷോ സിസ്റ്റം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. ആൻഡ്രോയിഡ് നിന്ന് സെർച്ച് ചെയ്യുക. ആൻഡ്രോയിഡ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ആപ്സ് കാണാം ആൻഡ്രോയിഡിൻ്റെ. അതിനകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ ഇതെടുക്കുക. എന്നിട്ട് നിങ്ങളതിനകത്ത് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. ഇത് ഹീറ്റിംഗ് ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടാണ്. ഇത് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോറി യൂസിനകത്ത് ക്ലിയർ ഡേറ്റയും കൊടുക്കുക. ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ. അടുത്തതാണ് ആൻഡ്രോയിഡ് ഓട്ടോ. ഇതും അതുപോലെ തന്നെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോറി യൂസ് ചെയ്ത് ക്ലിയർ ഡേറ്റയും ചെയ്യുക. ക്ലിയർ ക്യാഷ് ഉണ്ടെങ്കിൽ അതും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്ക് വരിക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷൻ ആണോ എന്ന് നോക്കുക. നിങ്ങൾ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുക. എന്നാലും നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് ആപ്സിൻ്റെ അപ്ഡേറ്റും. പലരും അങ്ങനെ ആപ്സ് അപ്ഡേറ്റ് ചെയ്യാറില്ല. അതുപോലെ നിങ്ങൾ ആപ്സ് എന്തുണ്ടായാലും ഈ ആപ്സ് ഒക്കെ റൺ ചെയ്യും. അത് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പുതിയ അപ്ഡേറ്റ് അവർ റിലീസ് ചെയ്യും ആപ്പ് ഡെവലപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആപ്പ് കാണിച്ചു തരാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട്, ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ആപ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ഡേറ്റ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. സി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ക്യാരേജ് സർവീസസിന്. അപ്പോൾ അത് ബഗ്ഗും സ്റ്റെബിലിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചിലപ്പോൾ കുറേ ആപ്സിന് കാണും. ജസ്റ്റ് അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഫോണായാലും ആപ്സ് ആയാലും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യാം മൊബൈൽ. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സ്വിച്ച് ഓഫ് ചെയ്തൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് പ്രശ്നം എന്താണ് ഉണ്ടോ എന്നൊന്ന് നോക്കുക. അങ്ങനെ തന്നെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിയൽമി സർവീസ് സെൻറ്ററിൽ നിന്ന് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ തൊട്ടടുത്താണ് റിയൽമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് സർവീസ് സെൻറ്ററിൽ പോവുക. അല്ലെങ്കിൽ റിയൽമിയുടെ കോൾമി സർവീസ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതാകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ അവർ ക്യാരി എടുത്തിട്ട് ചെന്നൈ അവിടെ കണ്ട് അവർ കൊണ്ടുപോയി നന്നാക്കി തിരിച്ച് കൊണ്ടുവന്ന് തരുന്നതാണ്. അതല്ലേ നിങ്ങൾക്കത് റിസ്ക് ആണെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിൽ പോവുക. അപ്പോൾ അവർ ശരിക്കും തരുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് മറ്റേ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.